തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നത്. അതിനകത്താണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് 1000 രൂപ മാസം പെൻഷൻ പോലെ നൽകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് തദ്ദേശത്തിൽ തിരിച്ചടി നേരിട്ടതിനു ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടി ഇത്തരത്തിൽ വീണ്ടും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ജനുവരി 3ാം വാരത്തിൽ നടക്കുന്ന ബജറ്റിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. ഈ തുടക്കത്തിൽ പറഞ്ഞ ഈ വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള പെൻഷൻ ഉണ്ടല്ലോ, അതിനുവേണ്ടിയുള്ള അപേക്ഷ കഴിഞ്ഞ ദിവസമായിരുന്നു ആരംഭിച്ചത്. ആരംഭിച്ച ആദ്യത്തെ ദിവസം 2500ഓളം ആളുകളാണ് ഇതിന് അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തെ ദിവസം, ഒരു ദിവസം കൊണ്ടുള്ള ഒരു കണക്കാണത്. അപ്പൊ സ്വാഭാവികമായും ഇനി വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ വീണ്ടും വലിയൊരു കടത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് താങ്ങാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ഭരണം മാറിയാൽ അടുത്ത ഒരു സർക്കാർ വരുമ്പോൾ അവർക്ക് താങ്ങാൻ സാധിക്കാത്ത രീതിയിലേക്കുള്ള ഒരു വലിയൊരു കുഴിയിലേക്കാണോ ഇപ്പോൾ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഫണ്ട് പ്രഖ്യാപിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത് ആ ഒരു ബഡ്ജറ്റ് വന്നതിന് ശേഷവും പിന്നെ ഈ പറയുന്ന ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് അനുവദിക്കുന്ന രീതിയിലാണ് ഈ ഫണ്ട് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, ആ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഈ ഒരു ക്ഷേമ പെൻഷൻ തന്നെ 2000-ൽ നിന്ന് അല്ലെങ്കിൽ 2500 ആ തലങ്ങളിലേക്കൊക്കെ ഉയർത്തുന്ന സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാല് കൃത്യമായിട്ട് ഹർഷ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെയും 2000 രൂപ ആക്കിയപ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് ആണ് കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. 2000 കോടി രൂപയുടെ ഒരു കടമെടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഖജനാവിൽ പണമില്ല എന്ന് അവർ തന്നെ തുറന്നു പറയുന്നു. ഇനി കടമെടുത്ത് വേണം ഈ കൂടിക്കിടന്നിരുന്ന, അല്ലെങ്കിൽ കുടിശ്ശിയാക്കി, അല്ലെങ്കിൽ കുടിശ്ശികയാക്കി, അല്ലെങ്കിൽ പെൻഡിങ്ങിൽ കിടന്നിരുന്ന പല ക്ഷേമ പെൻഷനുകളും കൊടുത്തു തീർന്നപ്പോൾ തന്നെ വലിയൊരു എമൗണ്ട് കടമെടുക്കേണ്ടി വന്നു. പിന്നീട് 2000 രൂപയാക്കിയപ്പോൾ അപ്പോഴും ഇത്തരത്തിൽ കടമെടുത്തുകൊണ്ട് പെൻഷൻ കൊടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് സർക്കാർ മാറി എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിൽ വീണ്ടും 2000 എന്നുള്ളത് 2500-ലേക്കാകാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും. അതനുസരിച്ചാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ പുതിയ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും എത്ര രൂപ കടമെടുക്കേണ്ടി വരുമെന്നാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീ സുരക്ഷാ ഫണ്ടാണ്, അല്ലെങ്കിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്. 1000 രൂപ പ്രതിമാസമാണ് ഓരോ വീട്ടമ്മമാർക്കും കൊടുക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. ഇതിനു മുൻപ് തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പദ്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രതിമാസം ഇതേപോലെ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് കൃത്യമായ ഒരു ശമ്പളം കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് പണ്ട് കൊടുക്കുന്ന ഒരു വേതനം ഉണ്ടായിരുന്നു. 35-36 വയസ്സ് വരെയാണ് ആ ഒരു വേതനം കൊടുത്തോണ്ടിരുന്നത്. ഇനി മുതൽ 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു പറയുന്ന രീതിയിൽ പെൻഷൻ രീതിയിൽ ഇങ്ങനെ ഒരു വേതനം കൃത്യമായി കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പ്രാബല്യമാക്കാൻ പറ്റാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഇപ്പൊ ഓൾറെഡി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതിന്റെ ഘട്ടമായിട്ട് കൃത്യമായി അത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് കടക്കുകയും അതേപോലെ തന്നെ ബാക്കി വികസന പ്രവർത്തനങ്ങൾക്കാണെങ്കിലും ഇവരുടെ കൃത്യമായ ഒരു ധൂർത്ത് കാരണം അതൊന്നും നടക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന സമയത്താണ് ഈ പറയുന്ന രീതിയിൽ കടമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സർക്കാർ പോകുന്നത്. കടമെടുത്ത് കഴിയുമ്പോൾ ഇത് തിരിച്ചടയ്ക്കുന്ന ഒരു രീതി കൂടെ ഉണ്ടല്ലോ. കാരണം നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, ഇത്ര അധികം കൂടുതലൊന്നും കടം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ നമുക്ക് ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്നില്ല എന്ന് സർക്കാർ ആണയിട്ട് പറയുമ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നിങ്ങൾ എന്തിനാണ് അത് ഉപയോഗിച്ചത്? ഇപ്പൊ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും കേന്ദ്രത്തിൽ നിന്ന് ഈ ഫണ്ട് കടമെടുക്കുക എന്ന് പറയുന്നത്. അത് എടുക്കുന്ന സമയത്ത് അവിടെ കൃത്യമായി സമർപ്പിക്കണം, ഇത് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഇത് അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള ഒരു സമർപ്പണം ഉണ്ടാവാതിരിക്കുമ്പോഴാണ് പിന്നീടുള്ള ഫണ്ടുകൾ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ 1000 രൂപ ഈ ഒരു ബഡ്ജറ്റ് ഇതിപ്പോ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി നിയമസഭ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിനു മുൻപ് കിറ്റ് വാങ്ങി വോട്ട് കിട്ടിയെന്നൊരു പേരുദോഷം ഉണ്ടായിരുന്നു സർക്കാരിന്. ഇനിയിപ്പോ കിറ്റ് വാങ്ങിയിട്ടല്ല, പെൻഷൻ കൊടുത്താണ് വോട്ട് നേടാൻ പോകുന്നത്. 2500 അപേക്ഷകൾ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല. ഇത് മുന്നോട്ട് വെച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു സർക്കാരിന്റെ ഒഫീഷ്യൽ പേജുകളിലൊക്കെ ഇത് പുറത്തേക്ക് വന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ പ്രഖ്യാപിക്കാൻ പോകുന്നു. അപേക്ഷകൾക്കായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെന്ററുകളിൽ സമീപിക്കുക എന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ആ ഒറ്റ ദിവസം കൊണ്ട് തന്നെ 2500 അപേക്ഷകൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വെബ്സൈറ്റുകളൊക്കെ ബ്ലോക്കായി കിടക്കുമല്ലോ ആയിരിക്കും. അത്രത്തോളം ആൾക്കാരാണ് സെർച്ച് ചെയ്ത് പോകുന്നത്. അല്ല, ഈ 2500 എന്നുള്ളത് യഥാർത്ഥത്തിൽ കുറഞ്ഞ കണക്കാണ്. പിന്നീടുള്ളവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലായിരിക്കണം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് നമ്മുടെ ചാനൽ തന്നെ മറ്റൊരു ചർച്ചയിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറയുണ്ടായിരുന്നു, ഇതിനു മുൻപും സർക്കാർ പല പെൻഷനുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ തന്നെയും പറയുന്ന പിണറായി വിജയന്റെ ഭാര്യയ്ക്കും അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കി നാട്ടിലെ സ്ത്രീകൾക്കൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു രീതിയിലേക്ക് ഈ പെൻഷൻ പോകുമോ എന്ന് പലർക്കും സംശയമുണ്ട്. പക്ഷേ
നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായും അടുത്ത മാസവും അല്ലെങ്കിൽ പറയുന്ന ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ഈ ഒരു പെൻഷൻ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമസഭയ്ക്ക് ശേഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയമാണ്. എം മണിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നല്ലോ, അന്തസ്സായിട്ട് ഞങ്ങൾ തന്ന പെൻഷൻ വാങ്ങി തിന്നുകൊണ്ട് ഞങ്ങൾക്ക് പിന്നിൽ നിന്ന് കുത്തിയെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്തില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ അദ്ദേഹം വിടുവായിത്തരം പറയുന്നത് നമ്മൾ കണ്ടിരുന്നു. നോക്കിക്കോ, കൃത്യമായിട്ടും ജനുവരി ഫെബ്രുവരി ഏപ്രിൽ മാസം ആവുന്ന സമയത്തായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വരുന്നത്. അപ്പൊ അതിനു മുമ്പ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ 3 മാസങ്ങളിൽ ഈ പറയുന്ന 2000-2500 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക് കൂട്ടത്തിൽ ഈ പറയുന്ന 1000 രൂപ 3500-4000 രൂപയാണ് സർക്കാർ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഇടാൻ പോകുന്നത്. ഇതിനുശേഷം നിയമസഭയ്ക്ക് ശേഷം ഇത് നടക്കുമോ എന്നുള്ളതാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്രത്തോളം ഇപ്പൊ ഓൾറെഡി എടുത്തു വെച്ചിരിക്കുന്ന ഫണ്ടുകളിൽ നിന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത്. അതിന്റെ അപ്പുറത്തേക്കും ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഈ ഫണ്ട് നിങ്ങൾക്ക് ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സ്ത്രീ സുരക്ഷാ പെൻഷനോ അല്ലെങ്കിൽ തൊഴിൽരഹിതർക്കായിട്ടുള്ള പെൻഷനോ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം അത്രത്തെ ഒരു സാമ്പത്തിക ഭദ്രത നമ്മുടെ സർക്കാർ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. അല്ല, ഇപ്പോ യഥാർത്ഥത്തിൽ പെട്ടു നിൽക്കുന്നത് മറ്റു പല മുന്നണികളാണ്. കാരണം അടുത്ത തവണ അധികാരത്തിൽ വരുന്നത് ഭരണം മാറുകയാണെങ്കിൽ LDF-ന് ശേഷം ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ അവരിനി ഇത് പാച്ചപ്പ് ചെയ്തു എന്നുള്ളത് അവർക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. അപ്പൊ പുതിയൊരു ബഡ്ജറ്റ് അവതരണത്തിലേക്കായിരിക്കും കിടക്കുക ഹർഷ. അപ്പൊ ഇതൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഏത് രീതിയിലാണ് പുനഃക്രമീകരണം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള പ്ലാൻ എന്ന് പറയുന്നത് ഇപ്പൊ അവര് നിയമസഭ ജയിച്ചില്ലെങ്കിൽ കൂടി ഒരു 50-50 ചാൻസ് എല്ലാ വർഷവും അവർ തയ്യാറാക്കി വെക്കുന്ന ഒരു രീതിയാണ്. ബഡ്ജറ്റ് അവതരണം അവരുടേതായിട്ടുള്ള പാർട്ടിക്കകത്ത് അവർ ഉണ്ടാക്കി വെക്കും. കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് മുമ്പായിട്ട് ഞങ്ങൾ നടത്താൻ പോകുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ഞങ്ങൾ നടത്താൻ പോകുന്ന കാര്യങ്ങൾ VD സതീശന്റെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനകത്തിൽ അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇത്ര വർഷം അവർ പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിലും ഓരോ വർഷക്കണക്കായിട്ട് ഈ നിയമസഭ വരുന്നതിന് മുമ്പ് ഇവര് കൃത്യമായിട്ട് അവരുടെ ഉള്ളിൽ തന്നെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കും. ആ ബഡ്ജറ്റിന്റെ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും അവർക്ക് ഈ പറയുന്ന സംസ്ഥാനം കിട്ടുകയാണെങ്കിൽ മുന്നോട്ട് വരുന്നതും. ഒരു 6 മാസം ഒരു കണക്കിനുള്ളിൽ തന്നെ അടുത്ത ബഡ്ജറ്റ് ഇപ്പൊ ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച് നിയമസഭ ഏത് സർക്കാരിനാണോ കിട്ടാൻ പോകുന്നത് വീണ്ടും അടുത്തൊരു ബഡ്ജറ്റ് നമുക്ക് മുൻപിൽ കാണാൻ പറ്റും. ആ ഒരു സമയത്താണ് കൃത്യമായി ഈ പെൻഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം എന്താണെന്നുള്ളത് ആ വരുന്ന സർക്കാർ വ്യക്തമാക്കാൻ പോകുന്നത്. കാരണം ഇത്രമധികം പദ്ധതികൾ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന രീതിയിൽ അത്രത്തോളം ഒരു ഭദ്രതയില്ല. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ഒരു കടക്കണിയിലേക്കും കൃത്യമായിട്ട് ഒരു കാലത്ത് ടോളൊക്കെ മുക്കിന് ടോള് ഇതൊക്കെ കാണുന്ന സമയത്ത് സർക്കാരിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമുക്കൊരു ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിലേക്ക് നമുക്ക് 2500 രൂപ 3000 രൂപ തന്നിട്ട് 5000 രൂപ നമ്മളിൽ നിന്ന് കൈപ്പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ മാറും. അപ്പൊ നിങ്ങൾക്കാണ് 2000 രൂപ വീണ്ടും നഷ്ടം സംഭവിക്കാൻ പോകുന്നത്. കാരണം അത്രത്തോളം ഉള്ള ഒരു ചെലവാണ്. കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു ലിസ്റ്റ് കാണുന്നത് MLA-മാരുടെ ഒക്കെ ചെലവ് 80 ലക്ഷവും ഒക്കെയാണ് ചില MLA-മാരുടെ ചെലവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തിലൊക്കെ അവര് വിദേശ രാജ്യം സന്ദർശിച്ച എന്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഷംസീറൊക്കെ പോയിട്ട് വന്നതെന്നുള്ളത് ഒന്ന് കാണുമ്പോ ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. ഈ 23-24 കോടിയാണ് ഒരു കുറച്ച് MLA-മാരുടെ മാത്രം ലിസ്റ്റാണ് ഞാൻ കണ്ടത്. അതിനകത്തിൽ ഇത്രയധികം കോടികൾ അവർ ചെലവാക്കുമ്പോ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 6 മാസം എന്തിനാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ മുടക്കിയത് എന്നുള്ളത്. കാരണം ഇത്രയധികം ഫണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇത്രയധികം MLA-മാർ വിദേശ രാജ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഇത്രയധികം ചെലവുകൾ ലക്ഷക്കണക്കിന് ചെലവുകളാണ് ഈ പറയുന്ന രീതിയിൽ. അത് ഈ നമ്മൾ വിചാരിക്കും ഈ പഞ്ചായത്തുകൾ ഇവര് പ്രവർത്തിക്കുന്ന ഇവരുടെ മണ്ഡലങ്ങളിലേക്കുള്ള പ്രവർത്തനങ്ങളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ആ പ്രവർത്തനങ്ങളില ഇവരുടെ പേഴ്സൺ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള ഫണ്ടുകളുടെ ലിസ്റ്റാണ് അപ്പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നിങ്ങൾക്കാണോ ഈ കടമുള്ളത് സർക്കാരെ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. നിങ്ങളുടെ ഒരു ബുദ്ധി വിമാനം തന്നെയാണ്. നിങ്ങൾ വീട്ടമ്മമാരെയും അതേപോലെ വോട്ടിന് വേണ്ടി ചാക്കിടാൻ വേണ്ടി പുതിയൊരു പ്രവർത്തനവുമായി വന്നു. നിങ്ങൾ കൃത്യമായി വന്ന് പറഞ്ഞു തരിക എങ്ങനെയാണ് ഈ പെൻഷൻ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്. ഇനി വോട്ട് കിട്ടിയതിന് ശേഷം നമുക്ക് കടമാണ് നിങ്ങൾ സഹകരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് നോക്കി കാണാൻ പറ്റില്ലല്ലോ. നിങ്ങൾ കൃത്യമായി ഇത് വിശദീകരിച്ചു തരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2500 അപേക്ഷകളും പൊട്ടത്തരമായി പോവില്ലേ, മണ്ടന്മാരായി പോവില്ലേ നമ്മുടെ ജനങ്ങൾ എന്ന് പറയുന്നത്.